ബിസിനസ് തകർന്ന് കടക്കണിയിലായ കുടുംബത്തിന് ഇരട്ടടിയായി ബാങ്കിന്റെ ജപ്തി നോട്ടീസ്. ഇതോടുകൂടി 93 വയസ്സുള്ള അമ്മയെയും ഭിന്നശേഷിക്കാരനായ മകനെയും ഭാര്യയെയും മറ്റൊരു കുട്ടിയുമായി പെരുവഴിയിലിറങ്ങുവാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണ് രാമക്കൽമേട് സ്വദേശി സാബുവും കുടുംബവും. ജപ്തി നടപടികൾക്ക് ശേഷം അമ്മയെ ഷെൽട്ടർ ഹോമിലും ഭിന്നശേഷിക്കാരനായ മകനെ അനാഥ മന്ദിരത്തിലും തള്ളുമെന്ന് ബാങ്ക് മാനേജർ ഭീഷണിപ്പെടുത്തിയതായും കുടുംബം പറയുന്നു. രാമക്കൽമേട് ചെരുവിൽ സാബു വർഷങ്ങൾക്ക് മുമ്പ് ബിസിനസ് തുടങ്ങുവാൻ കേരള ബാങ്കിൽ നിന്നും 7 ലക്ഷം രൂപ വായ്പ എടുത്തിരുന്നു. 5 ലക്ഷത്തോളം രൂപ പലിശ ഇനത്തിൽ അടച്ചു. പക്ഷേ പിന്നീട് പ്രതീക്ഷിച്ച രീതിയിൽ ബിസിനസ് മുന്നോട്ട് പോയില്ല. ബിസിനസ് തകർന്നതോടെ വിവിധയിടങ്ങളിൽ നിന്നും ഇദ്ദേഹം പലിശയ്ക്കും പണം വാങ്ങി. എങ്കിലും ബിസിനസ് കരകയറുവാൻ പറ്റാതെ വന്നതോടെ തന്റെ ഉടമസ്ഥതയിലുള്ള 76 സെന്റ് സ്ഥലം വിൽപ്പന നടത്തി കടം വീട്ടുവാൻ തയ്യാറെടുക്കുന്നതിനിടയിലാണ് കഴിഞ്ഞ ദിവസം ബാങ്ക് അധികൃതരെത്തി ജപ്തി ഭീഷണി മുഴക്കിയത്. 35 ലക്ഷം രൂപയിലധികം കൂട്ടുപലിശയും ചേർത്ത് ഇപ്പോൾ ഇയാൾ ബാങ്കിൽ ബാധ്യതക്കാരനാണ്. ഇതിനിടയിൽ ജപ്തി നോട്ടീസും ലഭിച്ചു. ഇതിനെ തുടർന്ന് പണമടയ്ക്കുവാൻ സാവകാശം ചോദിക്കുവാനെത്തിയ സാബുവിനോട് അമ്മയെ ഷെൽട്ടർ ഹോമിൽ വിടുമെന്നും ഭിന്നശേഷിക്കാരനായ മകനെ അനാഥ മന്ദിരത്തിലാക്കുമെന്നും ബാങ്ക് മാനേജർ പറഞ്ഞതായാണ് കുടുംബം പറയുന്നത്. ഈ മാനേജർ പറഞ്ഞത് ഒരു നീട്ടിക്കൊടുക്കൽ നടക്കുകയില്ല, ഈ പ്രാവശ്യം ജപ്തി ചെയ്യുക തന്നെ ചെയ്യും. അതിന് മുമ്പായിട്ട് അയാൾക്കൊരു മേലാത്ത ഒരു കൊച്ചുണ്ട്, അതിനെ ഞാൻ കൊണ്ടുപോയി അനാഥാലയത്തിലോട്ട് കൊണ്ടിടും, അത് അമ്മേനെ കൊണ്ട് ഷെൽട്ടർ ഹോമിലേക്ക് കൊണ്ട് തള്ളുമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കങ്ങ് ഭയങ്കരമായിട്ട് മാനസികമായിട്ടൊരു പ്രയാസം തോന്നി. ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റ് എൻ്റെ ചങ്കരട്ട് ഒരു 5-6 തവണ ഞാൻ തന്നെ എൻ്റെ ചങ്കരട്ട് അടിച്ചേച്ച് പറഞ്ഞു, നിങ്ങൾ അത് ചെയ്യല്ല, എൻ്റെ ചോര കുടിച്ചിട്ട് നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ ടൗണിലേക്ക് ഓടിപ്പോയത്. എനിക്ക് വയ്യായിരുന്നു. അത് ആ വാർത്ത കേട്ട് അങ്ങനെ അവർ പറഞ്ഞപ്പോൾ എൻ്റെ മോനെ ഞാൻ അതുപോലെ വളർത്തിക്കൊണ്ട് വന്ന അവനെ ഈ ജപ്തിയുടെ ഭാഗമായിട്ട് അവനെ ഇവിടെ നടത്തി അനാഥാലയത്തിൽ കൊണ്ട് ഇടുക എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. അതാണ് ഈ കഴിഞ്ഞ ദിവസം അങ്ങനെ ഉണ്ടായ കാര്യം. ഇപ്പം എനിക്ക് കോടതിയിൽ നിന്ന് നോട്ടീസ് അയച്ചേക്കുക, 7 ദിവസത്തിനകം പണം അടച്ചില്ലെങ്കിൽ ജപ്തി ചെയ്ത് ഇറക്കി വിടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതേസമയം നിർധന കുടുംബത്തെ ഇറക്കി വിടുവാൻ അനുവദിക്കില്ലെന്ന് വാർഡ് മെമ്പർ നടരാജപിള്ള പറഞ്ഞു. ഇവരുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ബാങ്ക് ജപ്തി നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം 7 ലക്ഷം രൂപയാണ് ബാങ്കിന് എടുത്തിട്ടുള്ളതെന്നും ഏതാണ്ട് 34 ലക്ഷം രൂപ ബാങ്കിൽ അടയ്ക്കണം എന്നും പുള്ളി ഇതിൽ നിന്നും 5 ലക്ഷം രൂപ പുള്ളി അടച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. എന്നാൽ നമ്മുടെ സർക്കാരിന്റെ നിയമപ്രകാരം ഇപ്പൊ 10 സെന്റ് വീടും ഒഴിവാക്കുന്ന ഈ സാഹചര്യത്തിൽ ഇദ്ദേഹത്തെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്ന ഒരു സാഹചര്യവും ഇത് ജപ്തി ചെയ്യുന്നതും അത് ഒരിക്കലും നമ്മൾ ജനകീയമായിട്ട് ഞങ്ങൾ അംഗീകരിക്കില്ല. ജനങ്ങൾ സംഘടിച്ച് അതിനെ എതിർക്കുക തന്നെ ചെയ്യും. തീർച്ചയായും സാബുവും 93 വയസ്സുള്ള അമ്മയും ഭിന്നശേഷിക്കാരനായ ഒരു മകനും 7 വയസ്സുകാരി മകളും ഭാര്യ ജ്യോതിമോളും അടങ്ങുന്നതാണ് ഇവരുടെ കുടുംബം. അധികൃതരുടെ കനിവ് കാത്താണ് ഈ കുടുംബം ഓരോ ദിവസവും ഇപ്പോൾ തള്ളി നീക്കുന്നത്. ഇതിനോടൊപ്പം തങ്ങളുടെ ബാധ്യത തീർക്കുന്നതിനായി ആരെങ്കിലും ഭൂമി വാങ്ങുവാൻ എത്തുമോ എന്ന പ്രതീക്ഷയും ഇവർ പങ്കുവയ്ക്കുന്നു. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.